ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ബ്രീത്തിങ്ങിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്ലോലി 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. Four of Wands, Fool card, Nine of Pentacles, Temperance, Eight of Swords, Two of Pentacles, King of Wands, Nine of Wands, Emperor, Queen of Wands. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 of Wands ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 4 of Wands ആണ്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് ടൈമായി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യും. ലൈക്ക് ഒരു കോളോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ഏതെങ്കിലും വഴിയിലൂടെ ഒരു കൈൻഡ് ഓഫ് ഒരു സെലിബ്രേഷൻ, ആ ഒരു എനർജിയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഒരു സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയത്തില്ലേ. ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളിൽ ആ ഒരു വ്യക്തി കാണുന്നത്. നെക്സ്റ്റ് ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. ഫൂൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു റീസ്റ്റാർട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു റീബർത്ത് വരാൻ പോകുന്നു. ഇത്രയും കാലം എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുൾ എല്ലാം എന്താ പറയുക, റിക്കവറായി, അതിൽ നിന്നൊക്കെ റിക്കവറായി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നെക്സ്റ്റ് നമുക്ക് 9 of Pentacles വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ്, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഉള്ള എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഇമോഷണലി നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ ഇമോഷൻസാണ് നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു കപ്പ് ടു കപ്പ് കണ്ടില്ലേ, കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ മോഡിലോട്ട് നിങ്ങൾ മാറണം. ആ ഒരു എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആൻഡ് 8 of Swords. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു എന്തോ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്ലോക്കേജ് എന്ന് പറഞ്ഞൊരു റീസൺ ഉണ്ട്. അപ്പോൾ ആ റീസൺ എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു വ്യക്തി ഇപ്പോൾ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നതായിട്ടല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ളൊരു ഹേർട്ട്ഫുൾ സിറ്റുവേഷൻ, നല്ല രീതിയിൽ വേദനകരമായ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തോ ഒരു ട്രാപ്പിൽ. ഓക്കെ, അവർക്ക് എന്താണ് റൈറ്റ് ചോയ്സ് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അവർക്ക് എന്തൊക്കെയോ ഭയം അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. നെക്സ്റ്റ് 2 of Pentacles വന്നിട്ടുണ്ട്. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇപ്പോൾ പല പല കാര്യങ്ങളും ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർക്കായാലും ഫാമിലി ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇമോഷൻസ് എല്ലാം ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജഗ്ലിംഗ് പോലെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി ആ ഒരു വ്യക്തി സ്റ്റേബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിൽ ആ ഒരു വ്യക്തിക്ക് കിങ്ങിൻ്റെ എനർജി, അതായത് ആ ഒരു വ്യക്തി അത്രയും പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതൊക്കെ ആ ഒരു വ്യക്തിയിലേക്ക് എത്തുമെന്നുള്ളതാണ്.
ഇപ്പോൾ ആ ഒരു വ്യക്തി ജോബിൽ സ്റ്റേബിളാകാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹയർ പ്രൊമോഷൻ, ആ ഒരു കൈൻഡ് ഓഫ് ഇതിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതിനുള്ളൊരു എനർജി ഉണ്ട്. ഓക്കെ, അത് ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് സക്സസ് ഉണ്ടാകും എന്നുള്ളത്. നെക്സ്റ്റ്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, ശാഠ്യം, വാശിക്കാരൻ അല്ലെങ്കിൽ വാശിക്കാരി, അതുപോലെ തന്നെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട്. അതിനുശേഷം 9 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി, നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഒരു വ്യക്തി ഇപ്പോൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒറ്റയ്ക്ക് നിന്നാണ് ഒരു വ്യക്തി ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ്, എംപറർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം, കുറച്ച് സ്ട്രോങ് ആയിട്ടും സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. ഓക്കെ, കൺട്രോളിങ് കൈൻഡ് ഓഫ്. അതായത് നിങ്ങളിപ്പോൾ രണ്ടുപേരും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടേതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഈഗോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു ടഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പം ഒരു പ്രൊട്ടക്ടറാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യും. ഒരു സീരിയസ് ഫേസൊക്കെ ആയിരിക്കും കാണുക, പക്ഷേ ഉള്ളിൽ അവർക്ക് സ്നേഹം, ഇമോഷണൽ കണക്ഷനും ഇതൊക്കെ ഉണ്ടാകും. ഓക്കെ, ഫൈനലി ക്വീൻ ഓഫ് വാണ്ട്സ്. അതെന്ന് പറയുന്നത് നിങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ടു ആ ഒരു വ്യക്തിക്ക് ആ ഒരു പാഷൻ അല്ലെങ്കിൽ സ്നേഹം ഉണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾക്കുള്ള എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സെയിം തന്നെയാണ്. ആ ഒരു വ്യക്തിയുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളെയാണ് ആ ഒരു വ്യക്തി ഒരു ബൈസ്റ്റാൻഡർ എന്നല്ല, ഒരു ബോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബോണ്ടല്ല, ഒരു ശക്തി. ഓക്കെ, ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തിയായിട്ടാണ്, പില്ലറായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അത്രയൊരു കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. ആൻഡ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയവും ആ ഒരു വ്യക്തിയിലുള്ളതായി കാണുന്നുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അഗെയിൻ ആ ഒരു വ്യക്തി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ അതിന് ചില കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കാര്യങ്ങൾ ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിക്കോട്ടെ, അതൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട്. അഗെയിൻ 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ആ ഒരു ഫ്യൂച്ചർ ഷെയർ ചെയ്യണമെന്നുണ്ട്. സോ ഇൻ ഫ്യൂച്ചർ തിങ്സൊക്കെ ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഓവറോൾ റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായുള്ളൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, അവർ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ആകാൻ പോവുകയാണ്. അവർ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ പല പല കാര്യങ്ങളിങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസും ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ടൈം വേണം. ഓക്കെ, ഹീലിങ്ങിന് വേണ്ടിയിട്ടും ആ ഒരു ക്ഷമയ്ക്കും എല്ലാത്തിനും ഒരു ടൈം പീരീഡ് കൊടുക്കുക. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി സൈലൻ്റ്ലി എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.